ആദ്യം ഞാൻ അരുൺകുമാറിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് അരുൺകുമാർ, സർക്കാർ ഇങ്ങനെ ഒരു സർവേ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നവകേരള നിർമ്മിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത്. LDF ഗവൺമെൻറ് 91 സീറ്റോടെ അധികാരത്തിൽ വന്നു. നവകേരള നിർമ്മിതി ഏകദേശം അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ആ നവകേരളം ഇപ്പോൾ വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക്, വികസിത രാജ്യങ്ങളിൽ കിട്ടുന്ന വിദ്യാഭ്യാസം ഇവിടെ ഉറപ്പുവരുത്താനും വികസിത രാജ്യങ്ങളിൽ കിട്ടുന്ന തൊഴിൽ സാധ്യത ഇവിടെ ഇരുന്ന് തന്നെ ആർജിക്കാനും ആരോഗ്യരംഗത്തും വികസിത രാജ്യങ്ങളെ അപ്പുറത്തേക്ക് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം, ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രകടന പത്രിക കൃത്യമായി നടപ്പാക്കി മുന്നോട്ട് പോകുമ്പോൾ വികസന കാര്യങ്ങളിലും സാമൂഹ്യ സുരക്ഷാ കാര്യങ്ങളിലും ജനങ്ങൾക്കുള്ള അഭിപ്രായം അറിയണം. ജനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നതെന്ന് അറിയണം. ആ വികസന കാര്യങ്ങളിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അവ സ്വീകരിക്കണം. ആ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഭാവി പരിപാടികൾക്ക് രൂപം കൊടുക്കണം. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഇപ്പോൾ കേരളത്തിലെ ജനസംഖ്യയിലെ 1/3 പേർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം 18 വയസ്സിന് മുകളിലുള്ള 2.5 കോടി ജനങ്ങളാണ് കേരളത്തിലുള്ളത്. ഇപ്പോൾ 1,05,00,000 പേർ വിവിധ തരത്തിലുള്ള പെൻഷൻ സ്കീമിന്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ പ്രഖ്യാപനം കൂടി വന്നതോടുകൂടി അപ്പോൾ ആ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ജനങ്ങളുടെ അഭിപ്രായം എന്ത്, അത് കൂടുതൽ വിപുലപ്പെടുത്താനും കൂടുതൽ പ്രയോജനപ്പെടുത്താനും എന്തൊക്കെയാണ് ഭാവി പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നതുണ്ട്. അതുപോലെ തന്നെ വികസനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ആസൂത്രണം ചെയ്യണം. ശരി, അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഇനിയിപ്പോൾ ഉള്ളത് 6 മാസമാണ്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള വിജ്ഞാപനം ഒരുപക്ഷേ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടമാണല്ലോ, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലത്തേക്ക് നിങ്ങൾക്ക് പ്രഖ്യാപനങ്ങൾ പറ്റില്ല. അത് കഴിയുമ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പിന്നെയുള്ളത് 3 മാസം കൂടിയാണ്. അപ്പോൾ ഈ ചെറിയ കാലയളവിൽ എന്ത് നടപടികളാണ് ഇനി ചെയ്യാനാവുക? ഈ 80 ലക്ഷം വീടുകളിലേക്ക് എത്തി അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് 6 മാസം ഇല്ല എങ്കിൽ 6 മാസം എങ്ങനെ കൂട്ടൂ, 6 മാസം കൊണ്ട് എന്ത് ചെയ്യാനാണ് സാധിക്കുക? ഇവിടെ ഏറ്റവും ആദ്യം ഒരു നവകേരള സദസ്സ് എന്ന ആശയം മുന്നോട്ട് വെച്ചു. 140 മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിച്ചേരുന്നു. ആർക്കു വേണമെങ്കിലും രാഷ്ട്രീയ മതജാതി വ്യത്യാസമില്ലാതെ വന്ന് മുഖ്യമന്ത്രിക്കും ടീമിനും കൃത്യമായി നിവേദനങ്ങൾ കൊടുക്കാം, പരാതികൾ കൊടുക്കാം, അവരുടെ പരിഭവങ്ങൾ രേഖപ്പെടുത്താം. അതിനുവേണ്ടി വലിയ ടീമിനെ തന്നെ അണിനിരത്തി. ആ 140 മണ്ഡലങ്ങളിലെയും ഇത്തരത്തിലുള്ള പ്രചാരണം കഴിഞ്ഞതിന് ശേഷം ആ ഓരോ മണ്ഡലത്തിലും നടപ്പാക്കിയ കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം. 13,000 കോടി രൂപയുടെ കാര്യങ്ങൾ നടപ്പാക്കി. അതിനുശേഷം കൃത്യമായി മണ്ഡലം തലത്തിലുള്ള വിശദമായിട്ടുള്ള വികസന സദസ്സുകൾ സംഘടിപ്പിച്ചു, 2ാം ഘട്ടം എന്ന രൂപത്തിൽ 140 മണ്ഡലങ്ങളിലും. അതിനുശേഷം 33 വിഷയങ്ങളിൽ വിവിധ സെമിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വിഷൻ 2031, അതായത് കേരളം രൂപീകരിക്കപ്പെട്ടിട്ട് 75 വർഷം തികയുന്ന 2031 ആകുമ്പോഴേക്കും എങ്ങനെയായിരിക്കണം കേരളം എന്നതിനെക്കുറിച്ച് വിഷൻ 2031 ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം CM വിത്ത് മീ, ആർക്കു വേണമെങ്കിലും മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കാം, കാര്യങ്ങൾ പറയാം. 24 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ റെസ്പോൺസ് വരും. 48 മണിക്കൂറിനുള്ളിൽ അതിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാവും. ആ CM വിത്ത് മീ ലക്ഷക്കണക്കിന് ആളുകൾ പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ നവകേരള സദസ്സ്, മണ്ഡലംകല വികസന സദസ്സുകൾ, വിഷൻ 2031, CM വിത്ത് മീ, അതിൻ്റെ അടുത്ത ഘട്ടം എന്ന രൂപത്തിലാണ് ഈ ഒരു റെസ്പോൺസ് ടീമിനെ വിട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള സർവേയും കാര്യങ്ങളും ഉൾപ്പെടുത്തി ഭാവി പ്രവർത്തനത്തിൽ കേരളത്തിൽ ഇപ്പോൾ അതിന് 6 മാസം അല്ലേ ഉള്ളൂ എന്നാണ് അങ്ങ് ചോദിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 6 മാസം കാലാവധി എന്നല്ല, ഭാവിയിലേക്ക് 2031 എന്ന് പറയുമ്പോൾ 75ാം വർഷം കേരളത്തിന്റെ വാർഷികം എന്ന് വെച്ചാൽ 5 കൊല്ലോടെ അപ്പുറത്തേക്കാണ്. അതുകൊണ്ട് വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് ഈ കേരളത്തിന് കുതിച്ചു മുന്നേറാൻ ഈ കേരളത്തിലെ 86 ലക്ഷം വരുന്ന കുടുംബങ്ങളിൽ പോയി മുഴുവൻ ആളുകളെയും കണ്ട് ആ വീട് അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഈ സർവേ ടീം വീണ്ടും ചെല്ലും, സന്നദ്ധ പ്രവർത്തകർ ചെല്ലും, അവരുടെ അഭിപ്രായം കേട്ട് ക്രോഡീകരിച്ച് കേരളത്തിന്റെ ഭാവി പരിപാടികൾക്ക് രൂപം കൊടുക്കുക എന്നതാണ് ലക്ഷ്യം. ഇതൊരു മഹത്തായ ആശയമാണ്. ഇത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ തന്നെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചിരുന്നു. അതിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു എന്നൊന്നും ഇതിനൊരു പ്രശ്നമല്ല. കാരണം ജനുവരി മാസം 1 മുതൽ ഫെബ്രുവരി മാസം 28 വരെയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഈ റെസ്പോൺസ് ടീം, സന്നദ്ധ പ്രവർത്തകർ വീട് വീടാന്തരം കയറി ഇറങ്ങുന്നത്. രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പാർട്ടിയാണോ ഏറ്റെടുത്തിരിക്കുന്നത്? പാർട്ടിയാണോ പോകേണ്ടവരെ തീരുമാനിക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. അതിൽ സന്നദ്ധ പ്രവർത്തനത്തിന് ശേഷിയുള്ള, അതിന് കഴിവുള്ള, അല്ലെങ്കിൽ അതിന് മനസ്സുള്ള ആർക്ക് വേണമെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് രംഗത്തിറങ്ങാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10/10/2025 തന്നെ ഗവൺമെന്റ് ഉത്തരവിറക്കി. ആ ഉത്തരവിൽ വികസന ക്ഷേമ പഠന പരിപാടിയാണ്, ഇത് സർവേ അല്ല, വികസന ക്ഷേമ പഠന പരിപാടിയാണ്. അത് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള കേരള മോഡൽ നവകേരളമാക്കി മാറ്റുന്നത്, അതിന് ലീഡ് ചെയ്യുന്നത് സംസ്ഥാനതല ഉപദേശക സമിതി, 9 അംഗ സംസ്ഥാന നിർവഹണ സമിതി, ജില്ലാ സമിതി,
കോർപ്പറേഷൻ, താലൂക്ക്, അതുപോലെ തന്നെ പഞ്ചായത്ത്, മുനിസിപ്പൽ സമിതികൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായി ഗവൺമെന്റ് സർക്കുലർ തന്നെ 10/10 പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ അനുബന്ധം 1, 2, അനുബന്ധം 1 എന്താണ് ലക്ഷ്യം, അനുബന്ധം 2 ഈ സർവേക്കായിട്ട് കൃത്യമായിട്ട് ഈ പരിശോധനയ്ക്കായിട്ട് ചെല്ലുന്ന സന്നദ്ധ സേവാ അംഗങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഉണ്ട്. സമയക്കുറവുണ്ട്, എന്നാലും ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുന്നുള്ള നിർദ്ദേശം, സാമുദായിക സൗഹൃദം മെച്ചപ്പെടുത്തുന്നുള്ള നിർദ്ദേശം, യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും അഭിപ്രായങ്ങൾ, വിജ്ഞാന സമ്പദ്ഘടനയുടെ വ്യാപനം, ശാസ്ത്ര സാങ്കേതിക വികസനമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഏകദേശം ഒരു 19 കാര്യങ്ങളിൽ ഉള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളുമായിട്ട് സംവദിക്കുമ്പോൾ അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം സ്വീകരിച്ച് നമുക്ക് ബഹുദൂരം ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള രൂപരേഖ തയ്യാറാക്കാൻ വേണ്ടി മുഴുവൻ ജനങ്ങളെയും പാർട്ടിയുടെ റോൾ എന്താണ്? പാർട്ടിക്ക് ഒരു റോളുമില്ല. അപ്പൊ ആ ചോദ്യത്തിന് ഇപ്പോൾ LDF ആണല്ലോ ഒരു പ്രകടന പത്രിക ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ പ്രകടന പത്രികയാണല്ലോ ജനങ്ങൾ അംഗീകാരം കൊടുത്തത്. വീണ്ടും ഭരണ തുടർച്ചയിലൂടെ വീണ്ടും അംഗീകാരം കൊടുത്തു. അതുകൊണ്ട് LDFന്റെ നയങ്ങൾ, പ്രത്യേകിച്ച് LDFന്റെ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ചെടുത്ത് തീരുമാനിക്കുന്ന നയങ്ങൾ ആ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ പ്രതിഫലിക്കും. അതിപ്പോൾ ഏത് ഗവൺമെന്റ് ആയാലും ഏത് മുന്നണിയാണോ നേതൃത്വം കൊടുക്കുന്നത് അത് പ്രതിഫലിക്കും. അത് ഞങ്ങളുടെ നയങ്ങൾ ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ സർവേ നടത്തുന്നതും ഇതിന്റെ പഠനം നടത്തുന്നതും ആ പഠന റിപ്പോർട്ട് ക്രോഡീകരിക്കുന്നതുമെല്ലാം റിക്രൂട്ട്മെന്റ് പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്യിക്കാനുള്ള ദൗത്യം പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അതായത് നമ്മൾ പ്രളയകാലത്ത്, കോവിഡ് കാലത്തുമെല്ലാം ഇത്തരത്തിൽ സന്നദ്ധ പ്രവർത്തനത്തിന് ശേഷിയുള്ള, തയ്യാറായ, മനസ്സുള്ള, ഡെഡിക്കേഷനുള്ള ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സന്നദ്ധ സേനകൾ ഇതിനു മുമ്പും രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 85,000 കേഡർമാർ മതി, ഇതിൽ 85,000 സന്നദ്ധ പ്രവർത്തകർ മതി ഈ പഠനം പൂർത്തീകരിക്കാൻ. പക്ഷെ ഇപ്പോഴേ തന്നെ 4 ലക്ഷത്തിലധികം പേർ ഈ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, ഇപ്പോഴും രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അതൊരു കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്, സാംസ്കാരികമായിട്ടുള്ള ഒരു ഉന്നതി തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ഡെഡിക്കേഷനോടുകൂടി 1 രൂപ പോലും പ്രതിഫലം കൈപ്പറ്റാതെ സമർപ്പിതബോധത്തോടുകൂടി ഇത്തരം ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ പറ്റിയ ഒരു സർക്കാർ 5 വർഷം പൂർത്തിയാക്കുന്നു. ഈ 5 വർഷത്തിനിടയ്ക്ക് ജനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അത് ജനങ്ങളിൽ നിന്ന് അറിയാൻ ഒരു സർവേ നടത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് മന്ത്രിസഭ ഒന്നാകെ, കേരളം ഒന്നാകെ സഞ്ചരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതല്ലാതെ തന്നെ പ്രതിഫലിക്കുമല്ലോ. ഒരു നല്ല ഭരണമാണെങ്കിൽ അതിൻ്റെ അനുരണനങ്ങൾ, ഭരണത്തിൻ്റെ അനുരണനങ്ങൾ പുറത്തേക്ക് കാണാം. അങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ട് സഞ്ചരിച്ചതാണോ? കാണാൻ പറ്റാത്തതുകൊണ്ടാണോ ഈ സർവേ നടത്തുന്നത്? ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ തലത്തിലോ ഉയരത്തിലോ അല്ല. ഈ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ അവരെല്ലാം പൊതുപ്രവർത്തകരും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരുമാണ്. അവർ ജനങ്ങളുമായിട്ട് സംവദിക്കുന്നതെല്ലാം ഒരു നവജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും മഹത്തായ ഉദാഹരണങ്ങൾ തന്നെയാണ്. ഇപ്പൊ നവകേരള സദസ്സ് കൃത്യമായും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാ മണ്ഡലങ്ങളിലും എത്തുന്നതും ലക്ഷക്കണക്കിന് ആളുകൾ അതിന്റെ ഭാഗമായിട്ട് അണിനിരക്കുന്നതൊക്കെ കണ്ടു. ഇപ്പൊ കഴിഞ്ഞ 1 മാസം മുമ്പല്ലേ ഓരോ മണ്ഡലത്തിലും നവകേരള സദസ്സിൽ കിട്ടിയ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളുടെ പരസ്യം പത്രങ്ങളിൽ വന്നപ്പോഴാണല്ലോ പലരും വിചാരിച്ചു 13,000 കോടി രൂപ ഗവൺമെന്റ് മുടക്കിയല്ലോ, റോഡായിട്ടും വികസന പ്രവർത്തനങ്ങളായും മറ്റു കാര്യം വ്യക്തിപരമായിട്ടുള്ള ആനുകൂല്യങ്ങളുമായിട്ടുമെല്ലാം. ഇതിപ്പോ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളുടെ പ്രതികരണം അറിയാൻ വേണ്ടി മാത്രമല്ല, ജനങ്ങൾക്ക് കൃത്യമായി ഭാവി കേരളത്തെക്കുറിച്ചുള്ള രൂപരേഖ അവരവർക്ക് നിർദ്ദേശം കൂടി വയ്ക്കാം. ഇത്ര സുതാര്യമായിട്ട് ചെയ്യാൻ, ഇത്ര കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ, അത്തരത്തിൽ ജനങ്ങൾ പ്രകടന പത്രിക എന്നുള്ളത് നടപ്പാക്കാനുള്ളതാണോ? പ്രകടന പത്രികയിൽ പറഞ്ഞു എന്ന് വെച്ച് ചില കാര്യങ്ങൾ നടപ്പാക്കുന്നത് ശുദ്ധ വിവരക്കേടല്ലേ എന്ന് ചോദിച്ച UDFന്റെ കക്ഷി നേതാവൊക്കെ നമ്മുടെ മുന്നിലുണ്ട്, കൺവീനറൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഞങ്ങളോട് പ്രകടന പത്രിക ഞങ്ങളുടെ മുന്നിൽ തന്ന് ഞങ്ങളുടെ വോട്ട് മേടിച്ച പാർട്ടി അവർ ഇത് നടപ്പാക്കി കൃത്യമായിട്ട് ഞങ്ങൾക്ക് തിരിച്ചു തരുന്നു, ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നു, ഇന്ന കാര്യങ്ങൾ നടപ്പാക്കി. അതോടൊപ്പം തന്നെ ഭാവി കാര്യങ്ങൾ നടപ്പാക്കാൻ, ഈ നടപ്പാക്കിയ കാര്യങ്ങൾ കൂടുതൽ വികസിപ്പിക്കാൻ എന്താണ് ഓരോ ജനത്തിന്റെയും അഭിപ്രായം എന്നുകൂടി ചോദിക്കുന്നു. അത്തരത്തിൽ ചോദിക്കുന്ന ജനാധിപത്യത്തിന്റെ ഇത്രയും മനോഹാരിത ലോകത്ത് എവിടെയാണ്? 20 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് കെ സരൺകുമാർ. അത് നിങ്ങളുടെ അടുത്ത പ്രകടന പത്രികയ്ക്കുള്ളതാണ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വാദം. അതായത് സർക്കാരിന്റെ പണം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പണം, ആ 20 കോടി ഈ സർവേക്കായി ചെലവഴിക്കുമ്പോൾ അതൊരു ചെറിയ തുകയല്ല. കാരണം നമുക്കിപ്പോൾ അറിയാമല്ലോ, ഈ മെഡിക്കൽ കോളേജിൽ പ്രാകൃതമായ സംവിധാനം എന്ന് പറഞ്ഞത് അവിടുത്തെ തന്നെ ഒരു ഡോക്ടറാണ് രോഗി നിലത്ത് കടന്നതും ആ രോഗി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതൊക്കെ കേട്ട ദിവസമാണല്ലോ ഈ കടന്നു പോയിരിക്കുന്നത്. ഇന്നുമുണ്ട് SIT ആശുപത്രിയിൽ പ്രസവശേഷം വീട്ടിലേക്ക് പോയ സ്ത്രീ അണുബാധയേറ്റ് മരിച്ച സംഭവം. അവിടെ ഇപ്പോഴും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഉന്നതിയിൽ കഴിയുന്ന 2 കുഞ്ഞുങ്ങൾ, ഒരു നിർമ്മാണത്തിൽ പകുതി പൂർത്തിയായ ഒരു വീടിൻ്റെ മുകൾ ഭാഗം തകർന്നുകൊണ്ട് 2 കുട്ടികൾ മരിച്ചു. ആ നിർമ്മാണം എന്തുകൊണ്ട് പൂർത്തിയായിട്ടില്ല എന്ന ചോദ്യം അവിടെ നിൽക്കും. നമ്മൾ അതിദാരിദ്ര്യത്തിൽ നിന്നൊക്കെ കരകയറിയ ഒരു സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഇതൊക്കെ ഇവിടെ സംഭവിക്കുമ്പോഴാണ് ഞങ്ങളിതാ ആകെ ക്ഷേമം നടപ്പാക്കിയിരിക്കുന്നു, നിങ്ങളുടെ കുറച്ചുകൂടി അഭിപ്രായം അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്ഷേമ പരിപാടികളിലേക്ക് കടക്കാം എന്ന രീതിയിലുള്ള അമിത ആത്മവിശ്വാസം കാണുന്നത്. അതുകൊണ്ടാണ് ചോദ്യം. ഇതിലിപ്പോ കണ്ണൂരിലെ കോൺഗ്രസിന്റെ DCCയുടെ ജനറൽ സെക്രട്ടറി ഒരു ദിവസം പറഞ്ഞു, മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വരുന്ന വാർത്തയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ അന്നത്തെ പത്രസമ്മേളനം എന്ന് പറഞ്ഞത് നമ്മുടെ മുന്നിൽ ഓർമ്മയുണ്ട്. ഇന്ന് മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്നിരിക്കുന്ന വാർത്ത ഈ മാധ്യമങ്ങൾക്ക് വരെ വലിയ തലവാചകമായിട്ടുള്ള ചർച്ചകൾ നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. ഇവിടെ ഏത് കാര്യമാണ് ഗവൺമെന്റ് പറഞ്ഞിട്ട് നടപ്പാക്കാത്തത്? ഞങ്ങൾ 900 കാര്യങ്ങളാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. 4ാം പ്രോഗ്രസ് റിപ്പോർട്ട്, 2ാം പിണറായി സർക്കാരിന്റെ 4ാം പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറങ്ങുമ്പോൾ തന്നെ 739 കാര്യങ്ങൾ പൂർത്തീകരിച്ചു എന്ന് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അതിനുശേഷമാണ് ഇപ്പൊ പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ വന്ന് ഞങ്ങൾ പ്രകടന പത്രികയിലെ ഭൂരിഭാഗം കാര്യങ്ങൾ നടപ്പാക്കുന്നതിലേക്ക് കടക്കുകയാണ്. അതിനുപരി, പ്രകടന പത്രികയേക്കാൾ ഉപരി കൂടുതൽ ആശയങ്ങൾ നടപ്പാക്കുന്നു. ഇവിടെ ഇപ്പൊ കടമാണ്, കേരളം വലിയ കടക്കണിയിലാണ് എന്ന് പറഞ്ഞ് എത്ര ദിവസം ചർച്ച സംഘടിപ്പിച്ചതാ? ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കടമുള്ള 15 സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റല്ലേ പറയുന്നത്? അതായത് വരുമാനം കൂടി, നികുതി പിരിവ് കൂടി, ചെലവുകൾ കുറഞ്ഞു, മറ്റേ അനാവശ്യ ചെലവുകളൊക്കെ വെട്ടിച്ചുരുക്കപ്പെട്ടു. അതുപോലെ കേന്ദ്രത്തിന്റെ കടത്തിന്റെ വർധനവിന്റെ തോതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കടത്തിന്റെ വർധനവ് പകുതിയാണ്. അരുൺകുമാർ, അത് കൂടാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു കേന്ദ്രം എന്നുള്ളത് പ്രധാനപ്പെട്ട സംസ്ഥാന വാദമാണ്. ഇങ്ങോട്ട് കിട്ടാനുള്ള ഫണ്ട് കിട്ടാത്തതിനെ കുറിച്ച്, നമ്മളെ ഞെരുക്കുന്നതിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വാദം ധനമന്ത്രി ആവർത്തിക്കാറുണ്ടല്ലോ. ഇവിടെ കേന്ദ്രമായിട്ടുള്ള താരതമ്യപ്പെടുത്തൽ ശതമാനത്തിന്റെ കാര്യത്തിലാണ്. കേന്ദ്രം വലുത്, സംസ്ഥാനം ചെറുതാണ്, നമുക്കറിയാം. പക്ഷെ ശതമാനം എന്ന് വെച്ച് വരുമ്പോൾ 100% വെച്ചല്ലേ നോക്കുക. കേന്ദ്രത്തിന്റെ വർധനവ് ഇത്ര ശതമാനം, അതിന്റെ പകുതി മാത്രം 60% കേന്ദ്രത്തിന്റെ കടത്തിന്റെ വർധനവ്. നമ്മുടെ 33% നിൽക്കുകയാണ്. ഇപ്പൊ ഇതെല്ലാം വരുമാനം ആർജിക്കുന്നതിലൂടെയും പ്രയോറിറ്റി മാറ്റം വരുത്തി കൃത്യമായ ധനകാര്യ മാനേജ്മെന്റിന്റെയും ഭാഗമായിട്ട് തന്നെയാണ്. ഒരു പ്രകടന പത്രിക തീർന്നു, ഭരണം തീർക്കുക എന്നല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തുടർഭരണമാണ് ലക്ഷ്യം. തുടർഭരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നവകേരളം നിർമ്മിച്ച് അത് വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്കുള്ള കേരളമാണ്. സർവേ എന്നത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അതിനെങ്ങനെ 20 കോടി ഖജനാവിനെടുത്ത് ചെലവാക്കും? അത് നിങ്ങളുടെ പരിപാടിയാണ് തുടർഭരണം എന്നുള്ളത്. അത് ഒരു പാർട്ടി പരിപാടിയാണ്, മുന്നണി പരിപാടിയാണ്. അത് സർക്കാർ ചെലവിൽ എങ്ങനെ നടത്തുന്നുള്ള ചോദ്യമുണ്ട്. നമ്മൾ ഇത്രയും സംസാരിച്ച് ബാക്കിയുള്ള ഒരു അഭിപ്രായം കൂടി കേട്ട ശേഷം അങ്ങയിലേക്ക് വരാം. Debate with Smriti Parathikar.